ഇറാനിലെ യുദ്ധത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഒരു പ്രസ്താവന വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ചെങ്കിസ് ഖാനുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചരിത്രകാരനായ വിൽ ഡ്യൂറന്റിന്റെ പ്രസ്താവന ഉദ്ധരിച്ച് നെതന്യാഹു നടത്തിയ പരാമർശമാണ് ക്രൈസ്തവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂര യുദ്ധമുറകൾ തുറന്നുവിട്ട് ദേശങ്ങൾ പിടിച്ചെടുത്ത മംഗോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും ചക്രവർത്തിയുമായിരുന്നു ഏവരുടെയും പേടി സ്വപ്നമായിരുന്ന ചെങ്കിസ് ഖാൻ. എന്നാൽ സർവ്വപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായിരിക്കെ മനുഷ്യരോടൊപ്പമായിരിക്കാൻ സ്വർഗം വിട്ട് ഇറങ്ങി വരികയും അവരിൽ ഒരുവനായി തീർന്ന് സ്വർഗരാജ്യത്തിന് അവരെ അവകാശികളാക്കാൻ മരണത്തോളം സ്വയം ശൂന്യനാകുകയും ചെയ്ത രാജാക്കന്മാരുടെ രാജാവും സമാധാന പ്രഭുവുമായ ക്രിസ്തുവിന് ചെങ്കിസ് ഖാനേക്കാൾ ഒരു നേട്ടവുമില്ല എന്ന നെതന്യാഹുവിന്റെ പരാമർശം എന്തുകൊണ്ടും അതിരുകടന്നതെന്ന് പറയാതെ വയ്യ. തീവ്രവാദ നയങ്ങൾ കൊണ്ട് സ്വന്തം രാജ്യത്തെയും മറ്റു ലോകരാഷ്ട്രങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന ഇറാനെതിരെ നടത്തുന്ന യുദ്ധത്തിന് രാഷ്ട്രീയ നയതന്ത്ര സ്വയം പ്രതിരോധ കാരണങ്ങൾ നിരത്തുന്നതിനിടെയായിരുന്നു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങളുമായി ലോകത്തിന് നിത്യജീവന്റെ വാതിൽ തുറന്ന യേശുക്രിസ്തുവിന്റെ ആദർശങ്ങളും ചെങ്കിസ് ഖാന്റെ ക്രൂര നയങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ധാർമ്മികമായി ഉയർന്ന നിലവാരത്തിലുള്ള ഒരു രാജ്യമാണെങ്കിൽ പോലും സ്വയം പ്രതിരോധിക്കാൻ ശക്തിയില്ലെങ്കിൽ അത് ക്രൂരനായ ഒരു ശത്രുവിന് കീഴടങ്ങിയേക്കാമെന്ന വിൽ ഡ്യൂറന്റിന്റെ വാക്കുകൾ നെതന്യാഹു ആവർത്തിച്ചത്. ഇതേ തുടർന്ന് വാദപ്രതിവാദങ്ങൾ സജീവമായപ്പോൾ താൻ യേശുക്രിസ്തുവിനെ അവഹേളിച്ചിട്ടില്ല എന്നും ഇസ്രായേലിൽ സംരക്ഷിക്കപ്പെടുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ക്രൈസ്തവരെന്നും നെതന്യാഹു വിശദീകരിക്കുകയുണ്ടായി. ഏതായാലും ചെങ്കിസ് ഖാൻ ചരിത്രത്തിൽ കൊന്നും ചതിച്ചും പടവെട്ടിയും കീഴടക്കിയതെല്ലാം ആ ക്രൂര ഭരണാധികാരിയുടെ കാലശേഷം മറ്റാരുടേതോ ആയി. ഭീതിയുടെയും ഭീകരതയുടെയും മനുഷ്യത്വരാഹിത്യത്തിന്റെയും പ്രതീകമായി ആരും ഒരിക്കലും അനുകരിക്കരുതാത്ത ഒരു കുപ്രസിദ്ധ ഭരണാധികാരിയായി കാലവും ചരിത്രവും അയാളെ അടയാളപ്പെടുത്തി. അയാളുടെ അനുയായികളും കാലയവനികയിൽ അപ്രത്യക്ഷമായി. എന്നാൽ ക്രിസ്തു തുടക്കം കുറിച്ച സ്നേഹത്തിന്റെ വിപ്ലവം തുടർന്ന് ആ സമാധാനത്തിന്റെ പാത പിന്തുടർന്ന് ക്രൈസ്തവർ 2000 വർഷങ്ങൾക്ക് ശേഷവും അഭിമാനത്തോടെ ചങ്കുറപ്പോടെ ലോകത്തിൽ തുടരുന്നു. ആക്രമിച്ചും കീഴ്പ്പെടുത്തിയും ഭൂമിയിൽ കെട്ടിപ്പടുക്കുന്ന രാജ്യങ്ങൾ ഇവിടെ ശേഷിപ്പിച്ച് ഒരു നാൾ എല്ലാവരും എത്ര വലിയ അധികാരിയാണെങ്കിലും മൺമറയുന്ന ഒരു ദിനം വരും. അന്ന് ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന അവിടുത്തെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാമെന്ന പ്രത്യാശയാണ് ക്രൈസ്തവരുടെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം തന്നെ. അതാണ് ഭൂമിയിലെ ഏത് ഭരണാധികാരിയിൽ നിന്നും ക്രിസ്തു രാജാവിനെ വ്യത്യസ്തനാക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ രാജ്യത്തിന് അവസാനമില്ല. ആ നിത്യരാജ്യത്തിൽ യുദ്ധങ്ങളും ഇല്ല.